കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി ദൈവം സ്ഥിതിയെ തൊടുന്ന സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്ന നിലയിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ഭുജം ചലിപ്പിക്കുന്ന അത്ഭുതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 49 അധ്യായം 25 വാക്യം, അതിൻ്റെ അവസാന ഭാഗം, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിൻ്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വാഗ്ദത്ത ശബ്ദം, ദൈവം ചെയ്യാൻ പോകുന്നത് മുന്നമേ അറിയിക്കുന്ന ദൈവമാണ്. കർത്താവിൻ്റെ സ്നേഹമാണത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലെ വിശ്വസ്തതയാണ് നമ്മുടെ ദിശ. അത് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തിരിയത്തക്ക നിലയിൽ ഭാവി വിഷയത്തെക്കുറിച്ചുള്ള ആകുലതകളിൽ നിന്നുള്ള വിടുതല ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ശക്തി വ്യാപരിക്കുകയും കർത്താവിൻ്റെ സ്നേഹത്തെ കൂടുതൽ രുചിക്കുകയും കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ പ്രചോദനം ചെയ്യുന്നത് കർത്താവിൻ്റെ ശബ്ദം. ഇന്ന് പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴും ശക്തമായി ഇടപെടുന്നത്, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും. ദൈവം തൻ്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങളെ എതിർക്കുന്നവരോട് ഞാൻ എതിർത്തുകൊള്ളാം, നിങ്ങളോട് പോരാടുന്നവരോട് ഞാൻ പോരാടിക്കൊള്ളാം. ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെ ജീവിതത്തെ എൻ്റെ കർത്താവിൻ്റെ കരം എപ്രകാരമാണ് ചലിക്കുന്നത്? എനിക്ക് ചോദിക്കുക, എനിക്ക് വേണ്ടി വാദിക്കുക, എനിക്ക് വേണ്ടി എഴുന്നേൽക്കുക ഒരു ദൈവമുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ വ്യക്തമായി സംസാരിക്കുകയാണ്. വ്യക്തി ജീവിതങ്ങളാകട്ടെ, ശത്രുവാകട്ടെ, പോരാടുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒരു വാക്കുകൊണ്ട് പോലും പറയാൻ കഴിയാതെ ആ നിലയിൽ ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ ഒതുങ്ങിപ്പോകുന്ന ആ അവസ്ഥയിൽ ജീവിതത്തിൽ തലകുനിക്കുന്ന ആ മണ്ഡലത്തെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ദൈവമുണ്ടെന്നേ, സ്വർഗമുണ്ട്. എഴുന്നേൽക്കുന്ന, വിടുവിക്കുന്ന, സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, കർത്താവിൻ്റെ അത്ഭുത ഭുജത്തിലേക്ക് ഏൽപ്പിച്ചാൽ മതി. ഈ സാഹചര്യത്തിലും പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന ദൂത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവം പോരാടേണ്ട വിഷയത്തെ, ദൈവം തൊടേണ്ട വിഷയത്തെ, ദൈവത്തിൻ്റെ പൈതലേ, നാം മൗനം പാലിച്ചാൽ മതി. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിച്ചിരിക്കും. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം, എനിക്ക് വേണ്ടി ചോദിക്കുന്നൊരു ദൈവം, എനിക്ക് വേണ്ടി കരം നീട്ടുന്നൊരു കർത്താവ്, എനിക്ക് വേണ്ടി വാദിക്കുന്നൊരു ദൈവം ഉണ്ട് എന്ന് ആഴമായി വിശ്വാസതലങ്ങളിൽ ഇന്ന് ഉറയ്ക്കുവാൻ ഇടയായി തീരട്ടെ. ചിലതൊക്കെ ശാന്തമാക്കുന്ന ദൈവകരം ചലിക്കാൻ പോവുക. ഇനി പോരാടാൻ കഴിയത്തില്ല, ഇനി എതിർക്കാൻ കഴിയത്തില്ല, ഇനി വിമർശിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവം ഒരു ശാന്തത വെളിപ്പെടുത്താൻ പോവുക. ദൈവം ഒരു പ്രതിക്രിയ നടത്താൻ പോവുക. മാനിക്കേണ്ട തലത്തിൽ മാന്യത വെളിപ്പെടുത്തി, തുറക്കേണ്ട വഴികൾ തുറന്ന് ദൈവത്തിൻ്റെ പൈതലേ, കൂടാരത്തിൽ ഒരു ചൈതന്യം കടന്നു വരുന്ന നിലയിലാണ് ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ ശക്തിയോടെ ചലിക്കാൻ പോകുന്നു. വചനം പറയുന്നു, നിൻ്റെ മക്കളെ ഞാൻ രക്ഷിക്കുമെന്ന്, തലമുറയെ വിടുവിക്കുമെന്ന് കർത്താവ് വാക്ക് കൊടുക്കുക. ദൈവം വാഗ്ദത്തം ചെയ്യുക. തലമുറയെ ദൈവം രക്ഷിക്കും. തലമുറയുടെ അവസ്ഥയോർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമിതാ, തലമുറയെ രക്ഷിക്കും. എത്ര തകർന്നു കിടക്കുന്ന അവസ്ഥയാണെങ്കിലും, എത്ര ശൂന്യമായി കിടക്കുന്ന അവസ്ഥയാണെങ്കിലും, എവിടെയും എത്താത്തൊരു മേഖലയാണെങ്കിലും ദുഃഖിക്കേണ്ട, ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ ആ വാഗ്ദാന വചനം മുറുകെ പിടിക്കട്ടെ. നിൻ്റെ മക്കളെ രക്ഷിക്കും, തലമുറയെ വിടുവിക്കും, തലമുറയെ സഹായിക്കും, തലമുറയെ അനുഗ്രഹിക്കും. അത് ദൈവത്തിൻ്റെ ദൂതാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്ത ശബ്ദമാണ്. തലമുറയെ ഉയർത്തുമെന്ന ദൈവിക പദ്ധതി ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ദൂത്
പകരുക. ദൈവ രക്ഷിക്കുന്നത്, ദൈവ വിടുവിക്കുന്നത്. കർത്താവിന് ഉചിതമായ വഴി തുറക്കുവാൻ കഴിയും. തലമുറയുടെ ഭാവി ഓർക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്, ദൈവം കണ്ടിട്ടുണ്ട്. അത് തന്നെ ദൈവം ചെയ്തു തരും. അങ്ങനൊരു മാന്യത, അങ്ങനൊരു വിടുതലിൻ്റെ സന്തോഷം ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ശക്തിയുള്ള കരത്തിൽ നിന്ന് ദൈവം വെളിപ്പെടുത്താൻ പോവുക. ഇന്ന് ഹൃദയം ദുഃഖത്തിലും വ്യസനത്തിലും ആയിരിക്കുന്ന കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ദൈവം മക്കളെ രക്ഷിക്കും, ദൈവം തലമുറയെ വിടുവിക്കും. ഏറ്റെടുക്കട്ടെ. കർത്താവിൻ്റെ കരം ചാഞ്ഞിറങ്ങാൻ പോവുക, ദൈവം സഹായിക്കാൻ പോവുക. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തിയാ കണ്ട് സന്തോഷിക്കാൻ പോകുക. ആ നിലയിൽ ദൈവത്തിൻ്റെ സഹായം ജനിക്കുക. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. ഒരു വിടുതൽ കർത്താവേ ഈ ദിവസങ്ങളിൽ ദൈവം കൽപ്പിക്കാൻ പോകുന്നതിന്, ആ പ്രശ്നത്തിന് ദൈവം ഒരു ശാന്തത വരുത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തൊടണം, ദൈവ സാന്നിധ്യം ഇറങ്ങണം, ദൈവശക്തി വെളിപ്പെടണം. അത്ഭുതകരമായ രോഗമേഖലയെ വിടുതൽ കർത്താവ് കൽപ്പിക്കണം. അടഞ്ഞ വാതിലുകൾ തുറക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ നിറയുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തിയാൽ ജനം നിറയുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൊടുന്നതിനായി സ്തോത്രം, ദൈവ സഹായിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.